ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2023, 24, 25 ഭരണഘടനയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ 3 വർഷത്തെ ഭരണഘടനയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. ഇത് വളരെയധികം യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഓപ്ഷൻ ബി, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. ഭരണഘടനാ ദിനം എന്നാണ്? ഓപ്ഷൻ ബി, നവംബർ 26. ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ സി, 42ാം ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി, പാർലമെൻറ്റിന്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ, ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനമാണ് പരാമർശിക്കുന്നത് 7ാം പട്ടികയിൽ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്? ഓപ്ഷൻ ബി, ഗണതന്ത്ര മണ്ഡപം. ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം ഭരണ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി, 91ാം ഭരണഘടനാ ഭേദഗതി. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തതാണ് 91ാം ഭരണഘടനാ ഭേദഗതി. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇപ്പോൾ രാജ്യസഭയും ലോകസഭയും തമ്മിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. മുഴുവനും ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടാട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത്. 3/2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ഓപ്ഷൻ സി ആണ്. 2, 3, 4 ശരി. 2, 3, 4 ശരി. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി? ഓപ്ഷൻ എ, PK തുങ്കൻ കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത ഏത് കമ്മിറ്റിയാണ്? PK തുങ്കൻ കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത്? ഓപ്ഷൻ ബി ആണ് 3. ഓപ്ഷൻ ഡി ആണ് 3ഉം 4ഉം. സംഘടനാ സ്വാതന്ത്ര്യം, പൊതു തൊഴിലിലുള്ള തുല്യ അവസരം ഇതെന്തിൽ പെടുന്നില്ല? ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടുന്നില്ല. ഏതൊക്കെ പെടുന്നുണ്ട്? തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം എന്നിവ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പറയുന്നതാണ്. എന്താണ് 4ാം അധ്യായത്തിൽ പറയുന്നത്? നിർദ്ദേശക തത്വങ്ങളാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഓപ്ഷൻ ഡി, സി വിജിൽ. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, പ്രതിരോധ ആണവോർജ്ജം, സംസ്ഥാന ലിസ്റ്റ്, കൃഷി മത്സ്യബന്ധനം, കൺകറന്റ് ലിസ്റ്റ്, മദ്യ നിയന്ത്രണം, ബാങ്കിങ്. തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റിൽ
പ്രതിരോധം, ആണവോർജ്ജം ശരിയാണ്. കൃഷി, മത്സ്യബന്ധനം സംസ്ഥാന ലിസ്റ്റിലാണ് പെടുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1993 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. 2ഉം 3ഉം ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ ഡി സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക, അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. എന്നൂടെ പറയാം. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്കയിൽ നിന്നാണ്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലികാവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. 1978 44-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. നിലവിൽ ഇന്ത്യൻ ഭരണഘടന 7 മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1978 44-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 42ാമത് ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 42ാമത് ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാമത് ഭരണഘടനാ ഭേദഗതി എന്താണ്? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാം ഭേദഗതി പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി. 52ാമത് ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം. നമ്മുടെ പ്രിലിംസിലും ഭരണഘടനാ ഭേദഗതികൾ ചോദ്യങ്ങൾ കടന്നു വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഭരണഘടനാ ഭേദഗതികൾ ഞാൻ ആ ഹോട്ട് ടോപ്പിക്സിൽ കൊടുത്തിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളെങ്കിലും പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. 42ാമത് ഭേദഗതി എന്താണ്? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാമത് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാമത് പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി. 52ാമത് കൂറുമാറ്റ നിരോധന നിയമം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് അയിത്താചാര നിർമ്മാർജ്ജനമാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത്. താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡന്റും ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. ഭരണഘടനയുടെ 91ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്രമന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡന്റും ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയുമായിരിക്കും. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്ന പ്രസിഡന്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. വനമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായി
ഓരോ 10 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെൻറ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ സി 1, 3 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. സംസ്ഥാനങ്ങളിൽ ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് 73ാമത് ഭേദഗതി നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഈ 73ാം ഭേദഗതി നിയമപ്രകാരം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. 11ാം പട്ടികയിലാണ്. ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73 ഭേദഗതി പഞ്ചായത്തുകളിലെയും 74 ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതാതു വാർഡിൻ്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലത്തിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം എന്തുതന്നെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. പഞ്ചായത്ത് രാജ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ഇതെല്ലാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന പഞ്ചായത്തി രാജ് നിയമം, അതുപോലെ തന്നെ നഗരപാലിക, അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ചേർത്ത് വെച്ചാൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത് ആയിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ. ഇതെല്ലാം ശരിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഭരണഘടനയുടെ 73ാം ഭേദഗതി പഞ്ചായത്തുകളെക്കുറിച്ചാണ്. 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളെയും പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഓരോ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതാത് വാർഡിലെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ ബി അനുച്ഛേദം 32. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഓപ്ഷൻ എ 42. രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭയിൽ 250 അംഗങ്ങളാണുള്ളത്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. എല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. രാജ്യസഭയെ സംബന്ധിക്കുന്ന എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ. ഉപരിസഭ രാജ്യസഭ. അധോസഭ ലോകസഭയാണ് കേട്ടോ. ഉപരിസഭ രാജ്യസഭ. രാജ്യസഭയിൽ 250 അംഗങ്ങളാണുള്ളത്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഇതങ്ങനെ തന്നെ SCRTയിൽ കിടക്കുന്നുണ്ട്. പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ സ്റ്റേറ്റ് ലിസ്റ്റ്. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? ഓപ്ഷൻ ബി രാഷ്ട്രപതി. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? രാഷ്ട്രപതി. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ സി ഐറിഷ് ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഓപ്ഷൻ ബി 1946 ഡിസംബർ 9. പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഡേറ്റാണ് ഡിസംബർ 9. ആദ്യ സമ്മേളനം നടന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിദ്യാഭ്യാസ അവകാശം 86ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2008 ഈ നിയമം നിലവിൽ വന്നത്. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് 1, 3. വിദ്യാഭ്യാസ അവകാശം 86ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ഡി അമേരിക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി വി രാമസുബ്രഹ്മണ്യം. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി 324 സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 324. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറിയത്. ഇപ്പോൾ ഭരണഘടനയുടെ 200A എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ഇതിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശമായി മാറിയത്. തെറ്റാണല്ലേ. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇപ്പോൾ ഭരണഘടന 200A അല്ല 300A എന്ന വകുപ്പിലാണ് സ്വത്തവകാശം നിലനിൽക്കുന്നത്. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 1989 61ാം ഭേദഗതി. 21 നിന്ന് 18 വയസ്സാക്കിയ വോട്ടവകാശം 21 നിന്ന് 18 ആക്കിയ കുറച്ച് ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാം ഭേദഗതി 1989. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താൽപ്പര്യത്തിനു വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആരാണ്? ഓപ്ഷൻ സി രാജ്യസഭ. പഠിക്കണേ. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താൽപ്പര്യത്തിനു വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആരാണ്? രാജ്യസഭയാണ്. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പേത്? അനുച്ഛേദം 226. 32 സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിന് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 32. ഹൈക്കോടതി അനുച്ഛേദം 226. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഓപ്ഷൻ ബി അനുച്ഛേദം 14. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏത്? ഓപ്ഷൻ സി മാൻഡമസ്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ 51A ആണ് മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്. അനുച്ഛേദം 51A. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ ഡി ശ്രീമതി വിജയഭാരതി സയാനി. ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി വിശ്വഭാരതി. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഓപ്ഷൻ ഡി 61. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ് അല്ലേ. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആർട്ടിക്കിൾ 32 ആണ്. ഇതെല്ലാം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ.
ഇന്ത്യൻ ഭരണഘടനയുടെ അതിൻ്റെ ആൻസർ പറഞ്ഞില്ല അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 22. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെയാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23ഉം 24ഉം. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം എന്ത് തന്നെയാണ്? മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാമാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് കേട്ടോ. അമ്മു സ്വാമിനാഥൻ, രാജ്കുമാരി അമൃത് കൗർ, ദാക്ഷായണി വേലായുധൻ, സരോജിനി നായിഡു എന്നിവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകളായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഓപ്ഷൻ ബി ഭാഗം 4A. ദേശീയഗാനമായ ജനഗണമന രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു? ഓപ്ഷൻ എ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ഓപ്ഷൻ ഡി 3:2. ഇതെല്ലാം പ്രിലിംസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ സി 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ ബി 12 ഒക്ടോബർ 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി 21, ആർട്ടിക്കിൾ 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗരി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻ ബി കടുവ. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി റിപ്പബ്ലിക്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്ത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ റെഡ്ഡിയും ആയിരുന്നു.
ഓപ്ഷൻ ബി ആണ് ആൻസർ. ബിയും സിയുമാണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ലോകസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. ഓപ്ഷൻ ബി ആണ്. എയും ബിയും ഡിയും തെറ്റാണ്. എയും ബിയും ഡിയും എന്ത് തന്നെയാണ്? തെറ്റാണ്. സി മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ എന്തുണ്ട്? 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് കണ്ടെത്തുക. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ ആണ് സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളിൽ. ചേരുംപടി ചേർക്കുക. അടിയന്തരാവസ്ഥ ജർമ്മനി, ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക, അവശിഷ്ടാധികാരങ്ങൾ കാനഡ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷൻ. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയതെന്ന്? ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 20-നാണ് നാരിശക്തൻ വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 46 ഡിസംബർ 9-ന് നടന്നു. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശമനുസരിച്ചിട്ടാണ്. ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 46 ഡിസംബർ 9-നാണ് നടക്കുന്നത്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ്? ഒരു കുറ്റാരോപിതന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 73ാം ഭരണഘടനയിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയമേത്? ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമ ഉപദേശകൻ ആരാണ്? ഓപ്ഷൻ ഡി അറ്റോർണി ജനറൽ. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് ഏതൊക്കെ? ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകണം. പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം. ജഡ്ജിമാരുടെ കാലാവധിക്ക് ഉറപ്പ് നൽകുക. ഓപ്ഷൻ സി 3 മാത്രമാണ് ഇതിൽ പെടാത്തത് കേട്ടോ. പെടുന്നത് ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകിയിരിക്കണം. ജഡ്ജിമാരുടെ കാലാവധിക്ക് ഉറപ്പ് നൽകണം. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 91ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോകസഭാംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. 74ാം ഭരണഘടനാ ഭേദഗതി നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചു. 86ാം ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. 42ാം ഭരണഘടനാ ഭേദഗതി ലോകസഭയുടെ കാലാവധി 6 വർഷമാക്കി.
ശരിക്കും ഇതിൽ കുറേ നമുക്ക് പ്രിലിംസിന് ചോദിക്കാൻ പറ്റിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ബേസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഭരണഘടന, ഞാൻ പറഞ്ഞല്ലോ, പഞ്ചായത്തി രാജ്, ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം പോയിന്റുകൾ ലഭിക്കുന്നതാണ് കേട്ടോ, ഈ കുറേ ക്വസ്റ്റ്യൻസിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ താങ്ക്സ് വാങ്ങിയിട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു.